ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പവിത്രനെ കാണാൻ ചെല്ലുകയാണ് കേട്ടോ. വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തെളിവ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പവിത്രനെ കാണാൻ ചെയ്യണം. അപ്പോൾ പവിത്രൻ പറയുന്നുണ്ട്, പ്രണവിന് അവിടെ വയ്യാതെ ഇരുന്ന സമയത്ത് ഒരു ഡോക്ടർ വന്ന് ചികിത്സിച്ച കാര്യം. അപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടാക്കിയതൊക്കെ പവിത്രനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകാനാണ് നിധിയും ഗൗതമും കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിധിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറും CKC തമ്മിൽ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവർക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ട് CKC എന്തായാലും ഡോക്ടറെ കാണാൻ പോയല്ലേ പറ്റൂ. അപ്പോൾ ഇവർ ഡോക്ടറെ കാണാൻ പോണ കാര്യം എന്തായാലും CKCനെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആയുധം നമ്മുടെ വസു തന്നെയാണല്ലോ. വസു എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടിട്ട് നമ്മുടെ CKCയുടെ അടുത്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ 3 പേരും കൂടി സംസാരിക്കാൻ കേട്ടോ. പാറുവും ഗൗതമും നിധിയും കൂടിയിട്ട് ഈ വിഷയം ഉറക്കെ സംസാരിക്കുകയാണ്. പവിത്രനെ കാണാൻ പോയതും ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞതും നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ CKCനെ കുരുക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ വസു കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, വസുന്ധരൻ്റെ മാത്രം അത് അറിയണ്ട, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ CKCയുടെ അടുത്ത് കൊടുക്കും, പിന്നെ ഡോക്ടർ നമ്മളോട് സത്യം പറയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറുവിന് അത്ര കാര്യമായിട്ട് ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ അപ്പോൾ പാറു പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞ വസു അറിയണ്ട, എന്നിട്ട് വസു കേൾക്കണ പോലെയാണല്ലോ, ഉച്ചത്തിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവരുടെ ഉദ്ദേശം പറയണത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വസു ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. കേട്ടപ്പോൾ വസുവിന് ആകെ സമാധാനക്കേടായിട്ടോ. വസു ഉടനെ തന്നെ അത് പുറത്തിറങ്ങിയിട്ട് CKC വിളിച്ച് പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവർ 3 പേരും അതിൻ്റെ അവിടെ നിന്ന് മറിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ, എന്താണ് വസു പറയണതെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ CKCയും ജ്യോതിർമയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് വസു വിളിക്കണേ. എന്തിനിപ്പോൾ വസുന്ധര വിളിക്കണേ, സ്പീക്കറിലിടുന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും ഇങ്ങനെ പെർജറി കേസ്, അതൊക്കെ ഞാൻ അറിഞ്ഞു, ഓൾറെഡി ആൻറ്റി വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ശിവാനിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഞങ്ങൾക്ക് ഇതിലുള്ള തെളിവ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസു പറയും, അങ്ങനെ നിസ്സാരമായിട്ട് തള്ളണ്ട, നിധി ഇങ്ങനെ പവിത്രനെ കാണാൻ പോയിരുന്നു, ഡോക്ടറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നാളെ എന്തായാലും അവർ ഡോക്ടറെ കാണാൻ പോകും. അതെങ്ങനെയായാലും ഡോക്ടർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയരുത്, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രണവ് അവരുടെ വശത്തേക്ക് പോവും. അപ്പോൾ അത് എങ്ങനെയും തടയണം, പിന്നെ നിധിയുടെ കളി വീണ്ടും തുടങ്ങും, എനിക്കത് കാണാനേ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവരതൊക്കെ തന്നെ കേട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വസു ആരും കണ്ടില്ലല്ലോ ഒന്ന് നോക്കി വരുന്ന സമയത്ത് ഇവർ മാറി നിന്നു. ഇവർ കേട്ടതൊന്നും വസുവിന് അറിയില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇവർ വിചാരിച്ച പോലെ നടന്നല്ലോ. അങ്ങനെ പിറ്റേ ദിവസം പ്ലാൻ ചെയ്ത പോലെ ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഇവർക്കറിയാം ഇതിന് മുന്നേ CKC അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നിധിയും ഗൗതമും സംസാരിക്കുകയാണ്. പറയുന്നത് നിധിയുടെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, അതിൽ ക്യാമറ, അതിൻ്റെ മുകളിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് മൊബൈൽ ഓണാക്കുക വേണ്ടു. അപ്പോൾ ഗൗതമിൻ്റെ അടുത്ത് പറയുന്നത്, ഇതാ ഈ മൊബൈൽ ഓണാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് 2 പേരും ഒന്നും അറിയാത്ത പോലെ ഡോക്ടറെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാൻ എന്താ കാര്യം ചോദിക്കും കേട്ടോ. അപ്പോൾ 2 പേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി ക്യാമറ ഒക്കെ ഓണാക്കി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ഡോക്ടർ CKC ഒരാൾ തട്ടിക്കൊണ്ടുപോയിരുന്നില്ലേ പ്രണവ് എന്ന് പറയുന്നത്, ആ പ്രണവ് എൻ്റെ അനിയനാണ്, എന്നിട്ട് അവന് വയ്യാതായിട്ട് പോയിട്ട് ഡോക്ടറല്ലേ പോയിട്ട് ചികിത്സിച്ചത്, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയട്ടാ. അപ്പോൾ എന്നിട്ട് CKC എന്നെ ജയിലിൽ എൻ്റെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് എന്നോട് പകം പോക്കാൻ വേണ്ടിയിട്ടാണ് ആ കള്ളക്കേസും കുരുക്കിയിട്ട് എന്നെ ജയിലിലിട്ടത്. അപ്പോൾ അത് ആൾക്കെതിരെ ഞങ്ങളിപ്പോൾ പെർജറി കേസ് ഫയൽ ചെയ്യാൻ പോവാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ ഒന്നും അറിയാത്ത പോലെ, എന്ത് CKC പ്രണവ് തട്ടിക്കൊണ്ടുപോയി, നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് അപ്പോൾ ഞങ്ങൾക്കറിയാം, ഡോക്ടർക്ക് എല്ലാം അറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഡോക്ടർ വല്ലാതെ ചൂടാവുകയാണ് കേട്ടോ. നിങ്ങൾ പിന്നെ ഇതെന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് സാക്ഷി പറയണം, CKCനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയണമെന്ന് പറയട്ടെ. ഏത് CKC, നിങ്ങൾ എന്തൊക്കെയാണ് പറയണേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആദ്യം എനിക്ക് കടക്ക് പുറത്ത് എന്ന് പറയട്ടോ. ഇവിടെ അപ്പോൾ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് നിധി ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ പറയുമ്പോൾ ഇവർ പിന്നെ ഇങ്ങനെ പറയാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടറാണ് ഇവർ പൊടിക്ക് കൂട്ടാക്കണില്ല, കിടക്ക് പുറത്ത്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും കേസ് കൊടുക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും ഇപ്പോൾ CKC ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റത്തിന്, ഇത് ഒളിച്ചു വെച്ചാൽ കുറ്റത്തിന് ചിലപ്പോൾ ഡോക്ടർക്കും ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, പിന്നെ ഞാനല്ലേ ഇപ്പോൾ ഇതിലൊക്കെ ഈ ഭീഷണിയിലൊന്നും ഞാൻ വീഴില്ല, അത് എനിക്ക് പോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ 2 പേരും ഒന്നും അറിയാത്ത പോലെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് CKCൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാവും, സാറ് മുന്നേ വന്നത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇവരുടെ വിരട്ടിൽ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി, ഇവരുടെ വിരട്ടിൽ ഞാൻ എല്ലാം സമ്മതിച്ചേനെ, സാറ് തട്ടിക്കൊണ്ടുപോയതും അവിടെ വന്നിട്ട് ഞാൻ പ്രണവിനെ ചികിത്സിച്ചതും അത് മുഖാന്തരം എന്നെയും ഞാനും കുടുങ്ങും, ഞാൻ മുഖാന്തരം ഇപ്പോൾ സാറും കുടുങ്ങിയേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോഴും ബാഗ് അവിടെ ഇരിക്കുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നിധി മറന്നു വെച്ച പോലെ അവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ CKC പറയണ ഞാൻ അത് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം നിങ്ങളെ കാണാൻ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നില്ലോ, എനിക്കത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ CKC. അപ്പോൾ ഡോക്ടർ പറയണ്ട, അയ്യോ എത്ര ചുറ്റുപാടിഞ്ഞിട്ട് കുത്തി കുത്തി ചോദിച്ചതെന്നറിയോ, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. എന്തായാലും സത്യം പറഞ്ഞില്ലോ, എങ്ങനെയുണ്ടായിരുന്നു സാർ എൻ്റെ പെർഫോമൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC ഇങ്ങനെ സന്തോഷത്തോടെ തോളിൽ തട്ടിയിട്ട് പറയണ്ട സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ചിരിച്ച് നിൽക്കുന്ന സമയത്ത് ദേ വരുന്നു നിധിയും ഗൗതമും തിരിച്ചിട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി ആകെ നോക്കുന്നുണ്ട് കേട്ടോ, പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കണ്ട കേട്ടോ, എന്താ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണേ, പോയവരെന്തിനപ്പോൾ തിരിച്ചു വന്നേ, അത് ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പം നിധി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ എൻ്റെ ബാഗ് ഇവിടെ മറന്നു വെച്ച് പോയി, അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ. അപ്പോൾ CKC ബാഗ് മേടിക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ നിധിനെ ഒന്ന് നോക്കും കേട്ടോ. എന്നിട്ട് നിധി ഒന്നും അറിയാത്ത പോലെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, അല്ല CKC ആരാന്നും കൂടി അറിയില്ല എന്നല്ലേ എന്നോട് കുറച്ച് മുന്നേ പറഞ്ഞേ, എന്നിട്ടിപ്പോൾ രണ്ടുപേരും കൂടി കളിയും ചിരിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഡോക്ടറൊന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ നിധി പറയണ്ട, അപ്പോൾ പവിത്രൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങളും ഈ CKCയുടെ ആൾ തന്നെയാണല്ലേ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ, CKC ഗൗതമും നിധിയും കൂടി നിങ്ങൾ കാണാൻ വരുന്നൊക്കെ ഡോക്ടറോട് മുന്നേ കൂട്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി, ഇനിയും ഡോക്ടർക്കും രക്ഷയില്ല, തനിക്കും രക്ഷയില്ല, രണ്ടുപേരും എന്തായാലും ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ CKC ചിരിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ അച്ഛൻ വിചാരിച്ച പോലെ എന്നെ ജയിലിൽ വിടാൻ പറ്റില്ല, എൻ്റെ പേരിൽ പെർത്തുറി കേസ് കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും തെളിവിനായിട്ട് നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അതിന് മുന്നേ ഞാൻ അവിടെ എത്തിയിട്ട് ആ തെളിവൊക്കെ നശിപ്പിച്ചിരിക്കും. നിങ്ങളിനി എത്ര തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കെതിരായിട്ട് ഒരു ചെറിയ തെളിവ് പോലും നിങ്ങൾക്ക് കിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ജയിലിലാക്കും. അപ്പം നിധി ചിരിച്ചിട്ട് പറയണ്ട കേട്ടോ, ചെറിയ തെളിവാ, എനിക്ക് തോന്നുന്നത് ദൈവം ഞങ്ങൾക്ക് വലിയ തെളിവ് തന്നെ എടുത്തു വെച്ചിരിക്കണേന്നാന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ CKC പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് നിധിനെ നോക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നിച്ചെങ്കിൽ പിന്നെ നിങ്ങളെ ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഈ ചതിക്കൊക്കെ ഒരു അവസാനം വരാൻ പോവാണ് CKC. അപ്പോൾ CKC പറയണ്ടേട്ടാ, നിൻ്റെ ഭർത്താവ് ജയിലിൽ നിന്ന് വന്നു വെച്ചാൽ നീ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഹങ്കരിക്കൊന്നും വേണ്ട, ജസ്റ്റ് മിസ്. എൻ്റെ ഗൗതമേ, ആ പവിത്ര ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നീ ഇപ്പോൾ കമ്പി എണ്ണായിരിക്കും. എന്നിട്ട് ചിരിച്ചിട്ട് പുച്ഛിച്ചിട്ട് പറയണ്ട, പോടാ പോയിട്ട് അടുത്ത തെളിവ് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചിരിച്ചിട്ട് പറയട്ടെ, അതൊന്നും കുഴപ്പമില്ല CKC, ഇനിയിപ്പോൾ എന്തായാലും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ തന്നെ പോവാണ്, പോലീസ് വന്ന് വിലങ്ങ് വയ്ക്കണത് എപ്പോഴാച്ചാൽ കാത്തിരുന്നോ, അതൊക്കെ കാണാടാ, പോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിച്ച് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാ നിധി എന്ന് പറഞ്ഞിട്ട് നിധി ബാഗ് കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ ക്യാമറയുള്ള കാര്യം CKCക്ക് അറിയില്ലല്ലോ, CKC ഡോക്ടർ കൂടി പറഞ്ഞതും വിവരം സംസാരിച്ചതും എല്ലാം റെക്കോർഡായിട്ടുണ്ടാവുമല്ലോ. പോയപ്പോൾ ഡോക്ടർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കേണ്ട CKCയുടെ, അവർ പോലീസ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ടാണല്ലോ സാർ പോണേന്ന് പറഞ്ഞു. നീ അതൊന്നും കാര്യമാക്കണ്ട, ഞാനില്ലേ ഈ CKCയിലോടത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നിധിയും ഗൗതമും കൂടി സന്തോഷത്തിൽ ഇങ്ങനെ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റല്ലേ, നിധി റെക്കോർഡായിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ, എടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി ഫോൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫോൺ ഓണാക്കിയപ്പോൾ വീഡിയോ ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, സൗണ്ട് കൂട്ടും നിധി, എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ സൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക, സൗണ്ട് പക്ഷേ ഫുള്ളാണ്, എന്തുകൊണ്ടോ വീഡിയോ മാത്രമേ ഉള്ളൂ, ഓഡിയോ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് ആകെ വിഷമായി, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്തതിനൊരു ഫലമില്ലാണ്ടായി പോയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പരിചയമുള്ള ഒരു ഷോപ്പിൽ കൊണ്ടിട്ട് ഈ പ്രോബ്ലം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊബൈൽ. അപ്പോൾ അയാളത് ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ശരിയാകുമായിരിക്കും, അതിൻ്റെ ഓഡിയോ കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു തെളിവ് കിട്ടിയേനെ. ഈ മൊബൈലിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ എന്തോന്ന് അറിഞ്ഞുകൂടാ, വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ നിധിയും ഗൗതമും കൂടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. Okay, bye.